നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിലെ FC ബാഴ്സലോണ ഒസാസുനക്കെതിരെ തകർപ്പൻ വിജയം സ്വന്തമാക്കി. 3-0 വിജയം. എല്ലാ അർത്ഥത്തിലും ബാഴ്സലോണയ്ക്ക് സന്തോഷമാണ്. പക്ഷേ അതിനിടയ്ക്ക് ഒരു മുട്ടൻ പണിയും കിട്ടി. സൂപ്പർ താരത്തിന് പരിക്കേറ്റിരിക്കുന്നു. കുറച്ചധികം ദിവസങ്ങൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. ഡാനി ഒൽമോക്ക് പരിക്കേറ്റു. അദ്ദേഹം ഒരു ഗോൾ അടിച്ചിരുന്നു പെനാൽറ്റിയിലൂടെ. ആദ്യം അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി സേവ് ചെയ്തെങ്കിലും പിന്നീട് റീടേക്കിൽ അദ്ദേഹം ഗോളാക്കിയിരുന്നു. ആ ഡാനി ഒൽമോക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. രണ്ടോ മൂന്നോ ആഴ്ചക്കാലം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. കൂടുതൽ ടെസ്റ്റുകൾ ഇന്ന് നടത്തും. അതിനുശേഷമാണ് കൃത്യമായ ഈ ആബ്സെൻസിൻ്റെ ഡേയ്സ് നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 2-3 ആഴ്ചക്കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ്. ഹാൻസി ഫ്ലിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്, ഞങ്ങൾ നല്ല രൂപത്തിലാണ് ഈ മത്സരങ്ങൾ കളിച്ചത്. ഈ മത്സരം കളിച്ചതെന്ന് പറയാം. ഇന്ന് കളിക്കാതിരുന്ന ഒരു ഷെഡ്യൂളാണ് ആദ്യം ഉണ്ടായിരുന്നത്. കളിക്കേണ്ടതുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഒസാസുനക്കെതിരെയുള്ള മത്സരം ലാലിഗ ഫിക്സ് ചെയ്യുകയായിരുന്നു. പക്ഷെ അങ്ങനെ കളിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് 3 പോയിന്റ് ലഭിച്ചു എന്ന് പറയുമ്പോൾ പോലും അതിന് കൊടുക്കേണ്ടി വന്ന വില ഡാനി ഒൽമോയുടെ ഇഞ്ചുറിയാണ്. ഇപ്പോൾ ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ കുറച്ച് നാളുകൾ പുറത്തിരുന്നാൽ പോലും കൂടുതൽ മത്സരങ്ങൾ നഷ്ടമാവുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്ന് ഹാൻസി ഫ്ലിക്ക് ആവലാതി പറയുകയുണ്ടായി ഇന്നലത്തെ കളിക്ക് ശേഷം. അതുപോലെ തന്നെ ഹൂൾസ് കൂണ്ടെ കൃത്യമായിട്ട് പറഞ്ഞു, ഫുട്ബോൾ ഓർഗനൈസേഷൻസ്, ലീഗ് മാത്രമല്ല, എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, പ്ലെയേഴ്സിന് റെസ്റ്റ് ആവശ്യമാണ്. അത് മനസ്സിലാക്കാതെയാണ് ഷെഡ്യൂൾ ഇടുന്നതെങ്കിൽ, അവർക്ക് തോന്നുന്ന പോലെയാണ് ഇടുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്ന് ഹൂൾസ് കൂണ്ടെ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരപ്രകാരം, മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ വിവരപ്രകാരം, ജിറോണ, അത്ലറ്റിക്കോ മാഡ്രിഡ്, റയൽ ബെറ്റീസ് എന്നീ ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങൾ എന്തായാലും ഡാനി ഒൽമോക്ക് നഷ്ടമാകും. ഈവൻ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഫസ്റ്റ് ലെഗ് മത്സരത്തിന് പോലും അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ് എന്നാണ് വിവരം. ഇതെന്തായാലും ബാഴ്സലോണയ്ക്ക് തിരിച്ചടിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.